ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2024 മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും 18ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 33-ാം വാക്യം. ബേത്ത് ഷെമേഷിലെയും ബേത്ത് അനാത്തിലെയും നിവാസികൾ ആർക്കാണ് അടിമകളായി തീർന്നത്? എ. യൂദാ ഗോത്രത്തിന്, ബി. ശിമയോൻ ഗോത്രത്തിന്, സി. മനാസെ ഗോത്രത്തിന്, ഡി. നഫ്താലി ഗോത്രത്തിന്. ഉത്തരം ഡി. നഫ്താലി ഗോത്രത്തിന്. ചോദ്യം 2. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 31-ാം വാക്യം. ആരായിരുന്നു ഏഹൂദിൻ്റെ പിൻഗാമി? എ. ഒത്നിയേൽ, ബി. അബിമെലക്ക്, സി. ഷംഗാർ, ഡി. ഗിദെയോൻ. ഉത്തരം സി. ഷംഗാർ. ചോദ്യം 3. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 22-ാം വാക്യം. സിസേറയെ പിന്തുടർന്നു വന്ന ബാറക്കിനോട് നീ അന്വേഷിക്കുന്ന ആരെ ഞാൻ കാണിച്ചു തരാം എന്നാണ് ജായേൽ പറഞ്ഞത്? എ. സൈന്യാധിപനെ, ബി. മനുഷ്യനെ, സി. ശത്രുവിനെ, ഡി. സിസേറയെ. ഉത്തരം ബി. മനുഷ്യനെ. ചോദ്യം 4. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 23-ാം വാക്യം. എന്തിനേയും അതിലെ നിവാസികളെയും കഠിനമായി ശപിക്കുക എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്? എ. മെറോസിനെയും, ബി. കിഷോൻ പ്രവാഹത്തെയും, സി. ജെറുസലേമിനെയും, ഡി. കാനാനെയും. ഉത്തരം എ. മെറോസിനെയും. ചോദ്യം 5. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 35-ാം വാക്യം. തന്നോട് ചേരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഗിദെയോൻ സന്ദേശവാഹകരെ അയക്കാത്ത ഗോത്രം ഏത്? എ. ഗാദ് ഗോത്രം, ബി. ആഷേർ ഗോത്രം, സി. മനാസെ ഗോത്രം, ഡി. സെബുലൂൺ ഗോത്രം. ഉത്തരം എ. ഗാദ് ഗോത്രം. ചോദ്യം 6. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 25-ാം വാക്യം. മിദിയാൻ പ്രഭുവായ ഓറേബിനെ കൊന്നത് എവിടെ വച്ച്? എ. ജോർദാൻ്റെ അക്കരെ, ബി. ജോർദാൻ്റെ തീരത്ത് വച്ച്, സി. ഓറേബ് ശിലയിൽ വച്ച്, ഡി. ഓറേബ് മുന്തിരിച്ചക്കിന് അരികെ വച്ച്. ഉത്തരം സി. ഓറേബ് ശിലയിൽ വച്ച്. ചോദ്യം 7. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 28-ാം വാക്യം. ആര് ആരോട് പറഞ്ഞു, നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക? എ. വൃക്ഷങ്ങൾ അത്തിമരത്തോട്, ബി. മിദിയാൻകാർ ഗിദെയോനോട്, സി. ഇസ്രായേൽ ജനം ഗിദെയോനോട്, ഡി. ഗിദെയോൻ യോവാഷിനോട്. ഉത്തരം സി. ഇസ്രായേൽ ജനം ഗിദെയോനോട്. ചോദ്യം 8. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യം. ഷെക്കേംകാർ അവരുടെ ദേവൻ്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് ശപിച്ചത് ആരെ? എ. അബിമെലക്കിനെ, ബി. യോത്താമിനെ, സി. സെബൂളിനെ, ഡി. ഗാലിനെ. ഉത്തരം എ. അബിമെലക്കിനെ. ചോദ്യം 9. ന്യായാധിപന്മാരുടെ പുസ്തകം 10-ാം അധ്യായം 7-ാം വാക്യം. ജായീറിന് ശേഷം ഇസ്രായേൽ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തപ്പോൾ കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തത് ആർക്ക്? എ. ഫിലിസ്ത്യർക്കും പൗരസ്ത്യർക്കും, ബി. ഫിലിസ്ത്യർക്കും അമോന്യർക്കും, സി. കാനാന്യർക്കും പൗരസ്ത്യർക്കും, ഡി. മോവാബ്യർക്കും കാനാന്യർക്കും. ഉത്തരം ബി. ഫിലിസ്ത്യർക്കും അമോന്യർക്കും. ചോദ്യം 10. പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 13-ാം വാക്യം. ദൈവഭക്തൻ്റെ പ്രത്യാശ ആരിലാണ്? എ. ദൈവത്തിൽ, ബി. അത്യുന്നതനിൽ, സി. കർത്താവിൽ, ഡി. രക്ഷകനിൽ. ഉത്തരം ഡി. രക്ഷകനിൽ. ചോദ്യം 11. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 19-ാം വാക്യം. ആരുടെ കൂട്ടത്തെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യുക? എ. ദുഷ്ടരുടെ, ബി. ധിക്കാരികളുടെ, സി. അഹങ്കാരികളുടെ, ഡി. ദൈവനിഷേധകരുടെ. ഉത്തരം ബി. ധിക്കാരികളുടെ. ചോദ്യം
12. പ്രഭാഷകന്റെ പുസ്തകം 36-17 വാക്യം. കർത്താവെ, അങ്ങയുടെ ജനത്തിന് ആര് നൽകിയ അനുഗ്രഹത്തിനൊത്താണ് അവരുടെ പ്രാർത്ഥന കേൾക്കേണ്ടത്? എ. അഹറോൻ, ബി. മോശ, സി. ജോഷുവ, ഡി. കർത്താവ്. ഉത്തരം എ. അഹറോൻ. ചോദ്യം 13. പ്രഭാഷകന്റെ പുസ്തകം 37-18 വാക്യം. ചിന്തയുടെ 4 ശാഖകളിൽ പെടാത്തത് ഏത്? എ. നന്മ, ബി. ജീവൻ, സി. രക്ഷ, ഡി. മരണം. ഉത്തരം സി. രക്ഷ. ചോദ്യം 14. പ്രഭാഷകന്റെ പുസ്തകം 39-17 വാക്യം. കർത്താവ് അരുളി ചെയ്തപ്പോൾ കുന്നുകൂടിയത് എന്ത്? എ. മണൽ, ബി. ധാന്യം, സി. ജലം, ഡി. മല. ഉത്തരം സി. ജലം. ചോദ്യം 15. പ്രഭാഷകന്റെ പുസ്തകം 39-18 വാക്യം. കർത്താവിൻ്റെ എന്ത് പരിമിതമാക്കാനാണ് ആർക്കും സാധ്യമല്ലാത്തത്? എ. മഹത്വത്തെ, ബി. രക്ഷാകര ശക്തിയെ, സി. അനന്തമായ കാരുണ്യത്തെ, ഡി. അനുഗ്രഹത്തെ. ഉത്തരം ബി. രക്ഷാകര ശക്തിയെ. ചോദ്യം 16. പ്രഭാഷകന്റെ പുസ്തകം 40-24 വാക്യം. സഹോദരരെയും സഹായകരെയും കാൾ സുരക്ഷിതമായ അഭയം ഏത്? എ. പ്രാർത്ഥന, ബി. കർത്താവ്, സി. ദാനധർമ്മം, ഡി. ദൈവഭക്തി. ഉത്തരം സി. ദാനധർമ്മം. ചോദ്യം 17. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-33 വാക്യം. താൻ എന്താണ് പറയുന്നതെന്ന് അവനു തന്നെ നിശ്ചയമില്ലായിരുന്നു. ആർക്ക്? എ. പത്രോസിന്, ബി. പൗലോസിന്, സി. യോഹന്നാന്, ഡി. യാക്കോബിന്. ഉത്തരം എ. പത്രോസിന്. ചോദ്യം 18. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-36 വാക്യം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യന് അയൽക്കാരനായി വർത്തിച്ചത് ആര് എന്നാണ് നിയമജ്ഞൻ യേശുവിനോട് മറുപടി പറഞ്ഞത്? എ. അവനെ ശുശ്രൂഷിച്ചവൻ, ബി. സമരിയാക്കാരൻ, സി. അവനോട് കരുണ കാണിച്ചവൻ, ഡി. സത്രം സൂക്ഷിപ്പുകാരൻ. ഉത്തരം സി. അവനോട് കരുണ കാണിച്ചവൻ. ചോദ്യം 19. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-45 വാക്യം. ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടി അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? എ. നിയമജ്ഞരിൽ ഒരുവൻ, ബി. നിയമജ്ഞർ, സി. ഫരിസേയരിൽ ഒരുവൻ, ഡി. ഫരിസേയർ. ഉത്തരം എ. നിയമജ്ഞരിൽ ഒരുവൻ. ചോദ്യം 20. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-49 വാക്യം. എന്തിനു വേണ്ടിയാണ് താൻ ഭൂമിയിൽ വന്നത് എന്നാണ് യേശു പറഞ്ഞത്? എ. സമാധാനമുണ്ടാക്കാൻ, ബി. രക്ഷിക്കാൻ, സി. തീയിടാൻ, ഡി. ശിക്ഷിക്കാൻ. ഉത്തരം സി. തീയിടാൻ. ചോദ്യം 21. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-35 വാക്യം. ആരുടെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ എന്നെ കാണുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? എ. പിതാവിൻ്റെ, ബി. ദൈവത്തിൻ്റെ, സി. അത്യുന്നതൻ്റെ, ഡി. കർത്താവിൻ്റെ. ഉത്തരം ഡി. കർത്താവിൻ്റെ. ചോദ്യം 22. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-26 വാക്യം. ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ എന്തു സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അബ്രഹാം ധനവാനോട് പറഞ്ഞത്? എ. മതിൽ, ബി. വലിയ ഗർത്തം, സി. അഗാധമായ കുഴി, ഡി. വലിയ കിടങ്ങ്. ഉത്തരം ബി. വലിയ ഗർത്തം. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സഹായിക്കണേ. ചോദ്യം 23. 2 കോറിന്തോസ് 9-10 വാക്യം. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ കോറിന്തോസുകാർക്ക് എന്തു നൽകും എന്നാണ് ശ്ലീഹ പറയുന്നത്? എ. സമൃദ്ധി, ബി. വിതയ്ക്കാനുള്ള വിത്ത്, സി. ഭക്ഷിക്കാനുള്ള അപ്പം, ഡി. സമാധാനം. ഉത്തരം
ബി വിതയ്ക്കാനുള്ള വിത്ത്. ചോദ്യം 24. 2 കോറിന്തോസ് 10-4 ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. എന്ത്? എ ആത്മവിശ്വാസം, ബി ധൈര്യം, സി സമരായുധങ്ങൾ, ഡി വചനം. ഉത്തരം സി സമരായുധങ്ങൾ. ചോദ്യം 25. 2 കോറിന്തോസ് 11-3 എപ്രകാരമാണ് സർപ്പം ഹവ്വായെ ചതിച്ചത്? എ സൂത്രത്തിലൂടെ, ബി കബളിപ്പിച്ച്, സി സ്നേഹപൂർവം, ഡി തന്ത്രപൂർവം. ഉത്തരം ഡി തന്ത്രപൂർവം. ചോദ്യം 26. 2 കോറിന്തോസ് 8-8 പൗലോസ്ലീഹ കൽപ്പിക്കുകയല്ല, കോറിന്തോസുകാരുടെ എന്ത് യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. എ വിശ്വാസം, ബി സ്നേഹം, സി കാരുണ്യം, ഡി വിജ്ഞാനം. ഉത്തരം ബി സ്നേഹം. ചോദ്യം 27. 2 കോറിന്തോസ് 12-6 സ്ലീഹായിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിലധികമായി ആരും സ്ലീഹായെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് സ്ലീഹ ഒഴിവാക്കുന്നതെന്ത്? എ അഹങ്കാരം, ബി ദേഷ്യം, സി ആത്മപ്രശംസ, ഡി മേനി പറച്ചിൽ. ഉത്തരം സി ആത്മപ്രശംസ. എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.